അനുഭവങ്ങൾ തന്നെയാണ് നമ്മെ സ്വാധീനിക്കുന്ന ഏറ്റവും ശക്തമായ വിദ്യാഭ്യാസം. മദ്യത്തിൽ മുങ്ങിപ്പോയ എത്രയോ കുടുംബങ്ങളാണ് ഇനിയും നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട ആത്മവിദ്യാലയങ്ങളായി മാറാനുള്ളത്. കുടിയന്മാർ തങ്ങളുടെ മദ്യാസക്തിയിൽ നിന്നുള്ള മോചനത്തിനായി വന്നണയുന്ന പുനർജനി ഡോക്ടർ ജോൺസ് എന്ന പണ്ഡിതനായ കുടിയന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെയും രക്ഷാകര ദൗത്യത്തിന്റെയും പ്രതീക്ഷയും പ്രതീകവുമാണ്. ഇവിടെ ശരിക്ക് പറഞ്ഞാൽ ജയിൽ കൂടാതെ അല്ലെങ്കിൽ തടവറയിലില്ലാതെ മരുന്നൊന്നും കൂടാതെ മദ്യാസക്തി എന്ന് പറയുന്നത് ഒരു രോഗമാണെന്നും അതൊരു കുടുംബ രോഗമാണെന്നും ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിലും കുടുംബത്തും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും നഷ്ടങ്ങളും എന്തൊക്കെയാണെന്ന് സ്വയം മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇവിടെ ചില സൈക്കോളജിക്കൽ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ പുനർജനി. ഏകദേശം 10,000-ഓളം ആൾക്കാർ ഇവിടെ വരികയും ഈ പറഞ്ഞ രീതിയിലുള്ള ചികിത്സ ആ രീതിയിൽ മദ്യം വേണ്ട എന്ന് വെച്ച് സുന്ദരമായിട്ട് കുടുംബജീവിതം നയിച്ചു വരികയും ചെയ്യുന്നുണ്ട്. സുന്ദരമായ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പല നല്ല കുടിയന്മാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അതുകൊണ്ട് തന്നെ കുടിയന്റെ കുടിക്കാരത്തിലെ ഈ അധ്യായത്തിൽ കുമ്പസാരിക്കുന്ന കുടിയന്മാരുടെ നല്ല കുടുംബങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അവരുടെ കുമ്പസാരം മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും മറ്റ് സഹോദരങ്ങൾക്കും പ്രചോദനമാകുക തന്നെ ചെയ്യും. കഞ്ചാവും മദ്യവുമെല്ലാം ജീവിതത്തെ ഛിന്ന ഭിന്നമാക്കിയെങ്കിലും ധീരമായ തീരുമാനത്തിലൂടെ തുടർന്നുള്ള കുടുംബ സഹകരണത്തിലൂടെ ആ പത്മവ്യൂഹത്തിൽ നിന്നും പുറത്തിറക്കാൻ കഴിഞ്ഞ വീരനായകനെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്യപാനവും ഈ കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളെ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. അതായത് എട്ടില് പഠിക്കുമ്പോൾ തന്നെ കഞ്ചാവ് വലി തുടങ്ങി മദ്യത്തിൻ്റെ ഉപയോഗം. ഇത് തുടർച്ചയായി എൻ്റെ ജോലികളും മറ്റ് ഞാൻ ചെന്നപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ മദ്യപാനത്തിൽ കൂടുതൽ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു. അപ്പോൾ നല്ലൊരു കുടിയനായി എനിക്ക് പല സ്ഥലങ്ങളും വിദേശത്തൊക്കെ ജോലി ചെയ്ത് അവിടെ കുടിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ലാസ്റ്റ് നിർത്താൻ പറ്റാത്തൊരവസ്ഥ, കുടിയില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പ്രകടിക്കണം. അപ്പോൾ ഇന്നടിക്കണമെങ്കിൽ ഇന്നലെ മേടിച്ചു കൊണ്ടിരിക്കും. ഈ 10:30 വീട്ടിൽ വരുമ്പോൾ ഇന്നടിക്കാനുള്ള കൂടി മേടിച്ചു വരും. 2:30 3 മണിക്കൊക്കെ എനിക്ക് പുലർച്ച എനിക്ക് വീണ്ടും കുടിക്കും. അങ്ങനെ ഒരു കുടിവില്ലാതെ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാതില്ല എന്നുള്ളൊരവസ്ഥ വരെയായി. വീട്ടിൽ കുടുംബത്തിൽ ഭാര്യയായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന മാതിരി ഒന്നും ഇരിക്കുന്നത് അപൂർവമായിട്ട് വല്ലപ്പോഴൊക്കെ അടിച്ചിട്ടായിട്ട് വല്ല ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിരിക്കുമ്പോൾ ഉള്ള ഇരിപ്പുണ്ടാവുള്ളൂ. പിന്നെ പല സ്ഥലങ്ങളിലും പോയി മദ്യപാനം നിർത്താൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കുടുംബത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ബന്ധുക്കൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒക്കെ കൂടി കൊണ്ടുപോയി എൻ്റെ ആഗ്രഹമായിരുന്നു പ്രധാനം. പക്ഷെ എനിക്കതിനുള്ള ശക്തിയൊന്നും പരിപൂർണമായിട്ട് കിട്ടിയിരുന്നില്ല. 2-3 മാസം അല്ലെങ്കിൽ ഒരു വർഷം പരമാവധി. അപ്പോഴേക്കും ഓരോ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ടെൻഷനാവും, വീണ്ടും അടി തുടങ്ങും, പിന്നെ വീണ്ടും അങ്ങനെ നീണ്ടുപോയി. ലാസ്റ്റ് ഈ ധർമ്മമാഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് 2-3 ദിവസമൊക്കെ കഴിച്ചു. കഴിക്കുക പറഞ്ഞാൽ ഇത് കഴിക്കാൻ വേണ്ടിയ അവസരങ്ങളുണ്ടായി കഴിച്ചു. പക്ഷേ ഈ ഇവിടുത്തെ ക്ലാസ്സും ഇവിടുത്തെ മറ്റുള്ള മദ്യപാനികളുടെ സമീപനങ്ങളൊക്കെ കാരണം 3-4 ദിവസം തൊട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി വേണ്ടാന്ന് പറഞ്ഞു. ഇവിടുത്തെ ക്ലാസ്സിൽ എന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് പരിപൂർണമായ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ വ്യക്തിത്വം ഇന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സാധിക്കുള്ളൂ എന്നുള്ളൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ ക്ലാസ്സുകൾ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പിന്നീടുള്ള തുടർച്ചയായി ജീവിച്ചു പോന്നാൽ യാതൊരു പ്രശ്നമില്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വീടുകളിലൊക്കെ ഇരുന്ന് സംസാരിക്കലും നമ്മുടെ കുടുംബജീവിതം കുട്ടികളായിട്ടുള്ള ബന്ധപ്പെടലൊക്കെ വളരെ കൂടി. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരിക, പുതിയ മദ്യപാനം നിർത്താമെന്നുള്ളവരായിട്ട് സംസാരിക്കുക. അവർക്ക് വേണ്ട നമ്മുടെ കാര്യങ്ങൾ വേണ്ട ഉപദേശങ്ങളല്ല, നമ്മൾക്ക് അനുഭവത്തിലുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവരിൽ നിന്ന് നമുക്കും പഠിക്കാനുണ്ട്. അവരൊക്കെ നമ്മുടെ സ്റ്റേജുകൾ അതൊക്കെ ഒപ്പത്തിയുള്ളവരും അതിൽ കൂടുതൽ എത്തിയുള്ളവരുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അവരെ സ്റ്റേജ് വരെ എത്താമായിരുന്നു എന്നുള്ള തിരിച്ചറിവൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും കുടിക്കാതിരിക്കാനുള്ള ഒരു ശക്തി, എനർജി ഇവിടെ നിന്ന് കിട്ടും. ഇദ്ദേഹത്തിന്റെ കുമ്പസാര രഹസ്യങ്ങൾ സത്യമാണോ എന്ന് സംശയം തോന്നുന്നുണ്ടോ? എങ്കിൽ ഭാര്യ മിനിയുടെ സാക്ഷ്യം. നോൺ സ്റ്റോപ്പ് കുടിയും നോൺ സ്റ്റോപ്പ് വഴക്കും വെറുപ്പുമായിരുന്ന കുടുംബജീവിതം
കഴിഞ്ഞ ഒരു വർഷക്കാലമായി സ്റ്റോപ്പ് ചെയ്തതോടെ നോൺ സ്റ്റോപ്പ് സ്നേഹവും സൗഹൃദവുമുള്ള സ്വർഗമായി മാറി. മദ്യാസക്തി ഒരു രോഗമാണെന്നുള്ള തിരിച്ചറിവാണ് അതിന് കാരണം. എൻ്റെ പേര് മിനി. ഞങ്ങളുടെ വീട് മണലൂരാണ്. ഞങ്ങളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഈ മെയ് 17-ാം തീയതി ഒരു വർഷം കഴിഞ്ഞു ഞങ്ങളുടെ ഇവിടെ നിന്ന് ഡിസ്ചാർജായി പോയിട്ട്. പിന്നെ അതിന് മുൻപ് ആള് രാത്രി വരുമ്പോൾ കുടിച്ചിട്ട് വരും, പിന്നെ രാത്രി കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് വരും, പിന്നെ നേരം വെളുത്ത് ആദ്യം എനിക്ക് പോവാ ബാറിലേക്കായിരിക്കും. അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. നേരം ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നേരം വെളുത്ത് എടുക്കുമ്പോൾ തൊട്ട് തുടങ്ങിയ, അതായത് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു കുടിയായിരുന്നു അതെന്നെ പറയാം. പിന്നെ ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ കുടി നിർത്താനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, കൗൺസിലിങ്ങിനും അതിനൊക്കെ ആയിട്ട്. പക്ഷെ അതൊന്നും ഒരു 2.5 വർഷത്തിലധികം ഫലം കണ്ടിട്ടില്ല. ഇവിടേക്ക് വരുമ്പോഴും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വന്നതിന് ശേഷമുള്ള സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അത് എന്താ വെച്ചാൽ നമുക്കൊരു ഉൾക്കാഴ്ച തരുന്ന ഒരു ക്ലാസ്സുകളായിരുന്നു അത്. നമ്മളിപ്പോൾ ഒരാൾ മദ്യപിക്കുമ്പോൾ അയാളെ മാത്രം കുറ്റം പറയാന്നുള്ളൊരു ഇത് മാറിയിട്ട് അത് നമ്മുടെ കുടുംബത്തിനും കുറേയൊക്കെ അതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇത് കൊണ്ടും കൂട്ടിയിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കണേ എന്നുള്ളൊരു ഇത്. അങ്ങനെയാണ് എനിക്ക് തന്നെ ഒരു ഉൾക്കാഴ്ച തോന്നിയത്. അപ്പം അങ്ങനെ നമ്മൾ സാറ് പറയുന്ന ക്ലാസ്സുകളൊക്കെ 100% തന്നെ എന്ന് പറയാം ഉൾക്കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കൊണ്ട് ഇപ്പം ഞങ്ങൾ സന്തോഷം